അധ്യാപിക പുനർനിയമന കൈക്കൂലി കേസിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് സെഷൻ ഓഫീസർ സുരേഷ് ബാബു. കോട്ടയം വിജിലൻസ് യൂണിറ്റാണ് സുരേഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ വടകര സ്വദേശിയായ മുൻ അധ്യാപകൻ വിജയൻ നേരത്തെ പിടിയിലായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽ, എപ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്? ഇതിൽ ഇന്ന് വൈകുന്നേരം അല്പസമയം മുമ്പാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പാലാ ഉപജില്ലയിലെ 3 അധ്യാപകരുടെ പുനർനിയമനം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട്, അതിന്റെ ഫയലുകൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൈക്കൂലി വാങ്ങിയിട്ടുള്ള കേസിലാണ് നിലവിൽ ഇപ്പോൾ വിജിലൻസ് രണ്ടാമത്തെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മാസം കൊച്ചിയിൽ നിന്ന് മുൻ അധ്യാപകനും വടകര സ്വദേശിയുമായിട്ടുള്ള KP വിജയനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് അയാളുടെ അറസ്റ്റ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് വിജിലൻസ് കടന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് സെഷൻ ഓഫീസർ സുരേഷ് ബാബു ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കോട്ടയം വിജിലൻസ് യൂണിറ്റ് തന്നെയാണ് സുരേഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ വിജയനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുകളിൽ ഇയാൾക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നും സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടിയിട്ടായിരുന്നു ഇത്തരം ക്രമക്കേടുകൾ നടന്നത് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് വിജിലൻസ് സംഘം അന്വേഷണം നടത്തുകയും ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥൻ തന്നെ അറസ്റ്റിലായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണെന്ന് തന്നെയാണ് വിജിലൻസ് സംഘം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കൂടുതൽ ആളുകളിൽ നിന്നും ഇത്തരത്തിൽ കൈക്കൂലി അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ടോ, വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കും. ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ തെളിവുകൾ, അല്ലെങ്കിൽ ഈ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് വിജിലൻസ് സംഘം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആദ്യം അറസ്റ്റിലായിട്ടുള്ള പ്രതിയെ റിമാൻഡിലായിരുന്നു. അയാളെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ നടപടികൾ കൂടി ഇപ്പോൾ വിജിലൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 പ്രതികൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, വ്യക്തമാണ്. കേസിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.